എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ കന്നിമൂലയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുക. ഇന്നും അതിൻ്റെ രഹസ്യമെന്ന് പലരും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലം എത്ര പുരോഗമിച്ചാലും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എത്ര ഉന്നതിയിൽ നേടിയാലും വാസ്തുശാസ്ത്രത്തിലെ അറിവുകൾ എല്ലാ കാലത്തും നമുക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ്. കാരണം ഏത് കാലത്തും നമുക്കത് വലിയ ഊർജവും ശക്തിയും നൽകുന്നു. ഈ ശാസ്ത്രത്തിൽ കന്നിമൂലയെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുള്ളൊരു മേഖലയാണ്. കന്നിമൂല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കന്യകയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കന്യമൂല. അപ്പോൾ അവിടെ തന്നെ ആ കന്നിമൂലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ ആ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്കാണ് പലപ്പോഴും അത് പ്രയാസത്തിൽ അനുഭവപ്പെട്ട് കാണുന്നത് തീർച്ചയായിട്ടും. എന്നാൽ ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു ഭാഗത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആ ഭൂമിയെ നമുക്കൊരു കിട്ടിയിട്ടുള്ള വാസ്തുവിനെ 4 ഭാഗമാക്കി തിരിക്കും. ആ 4 ഭാഗമാക്കി തിരിക്കുമ്പോൾ അതിൽ ദേവഖണ്ഡം, അസുരഖണ്ഡം, മനുഷ്യഖണ്ഡം, അതുപോലെ യമഖണ്ഡം, ഇങ്ങനെ 4 ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കന്നിമൂല എന്ന് പറയുന്ന ആ ഭാഗം വരുന്നത് ദേവഖണ്ഡത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ കന്നിമൂലയിലെ ആ ഭാഗം പ്രധാന മാസ്റ്റർ ബെഡ്റൂം ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നും ആ വീട്ടിലെ പ്രധാന ദമ്പതികൾ അവിടെ തന്നെ കിടന്ന് ശയനമുറിയാക്കണമെന്ന് പറയുന്നത്. കാരണം ദമ്പതികൾ എന്ന് പറയുന്ന ആ വീടിൻ്റെ പ്രധാന ആളുകളാണ്. പ്രധാനപ്പെട്ട സ്ഥലത്ത് കിടക്കണം. അവരുടെ കിടപ്പറ അവിടെ തന്നെ വേണം. കാരണം ഏറ്റവും അധികം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കിടപ്പറയാണ്. കൂടുതൽ സമയം നമ്മൾ അതിൽ വിനിയോഗിക്കുന്നത്, സുരക്ഷിതമായിട്ട് വിനിയോഗിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ആ കന്നിമൂല എന്ന് പറയുന്നത് അവിടെ ഒരു അസുരനാണ് ഭരിക്കുന്നത്. നിര്യാതി എന്ന് പറഞ്ഞ ഒരു അസുരനാണ് 8 കോണിൽ ഒരു കോണിൽ അസുരനാണ് ഭരിക്കുന്നത്. പക്ഷെ അവിടെയും നമ്മൾ അവിടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു അപാകതയില്ലേ തോന്നും. പക്ഷെ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വാസ്തുശാസ്ത്രത്തിലെ ദേവഖണ്ഡം എന്ന് പറയുന്ന ആ ഭാഗം, ആ കന്നിമൂല ഏരിയയിലാണ് ദേവഖണ്ഡം എന്ന് പറയുന്നത്. അപ്പം ദേവഖണ്ഡത്തിലാണ് നമ്മൾ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാൽ ആ ദേവന്മാരുടെ പൂർണ്ണമായ സംരക്ഷണയിലല്ലേ നമ്മൾ അവിടെ കിടന്നുറങ്ങുന്നത് എന്നുള്ളൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തീർച്ചയായിട്ടും അവിടെ ഒരു ദൈവിക ശക്തി അവിടെ ഉണ്ടാവും. അതായത് നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ്, അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വെളിച്ചം, സൂര്യപ്രകാശം, അത് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നത് ആ കന്നിമൂല ഭാഗത്തേക്കാണ്. അതിൻ്റെ എനർജി മുഴുവൻ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ വെളിച്ചം എവിടെയാണോ അത് തട്ടി, അത് എവിടെയാണോ അത് സർക്കിൾ ആകൃതിയിൽ അവിടെ കറങ്ങി, എവിടെയാണ് എനർജി, അത് കൂടുതൽ അതിൻ്റെ എനർജി കിട്ടുന്നത്, ആ കിട്ടുന്ന ഏരിയയാണ് കിഴക്ക് വടക്കിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കന്നിമൂല ഭാഗം. അപ്പം തീർച്ചയായിട്ടും ആ കന്നിമൂല ഭാഗം ഉയർന്നിരിക്കണം എന്നും പറയുന്നുണ്ട്. കിഴക്കോട്ട് നീരൊഴുക്ക്, വടക്കോട്ട് നീരൊഴുക്ക് എന്ന് പറയുന്ന ചില പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നീരൊഴുക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭൂമി ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഏകദേശം വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കും. അങ്ങനെയുള്ള ഭാഗത്തിനെ കൂടുതൽ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ എനർജി ഏറ്റവും അധികം ലഭിക്കുക നമുക്ക് ഇങ്ങനെയുള്ള ഭൂമിയിലാണ്. അപ്പോൾ ആ ഭാഗത്തെ ഉയർന്ന ഭാഗം എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് നമ്മളെ സൂര്യരശ്മികളും അതുപോലെ നമ്മളെ പോസിറ്റീവായിട്ടുള്ള വായുവൊക്കെ തട്ടി അത് തിരിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ, അവിടെ ഉയർന്നിരിക്കുമ്പോൾ മാത്രമേ അത് അവിടെ തട്ടി തിരിച്ചു വരികയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം എത്രത്തോളം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എനർജിയും ഉണ്ടാവുമെന്ന് നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ട്, നമ്മളെ യുക്തിപരമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് എത്രത്തോളം വൃത്തിയായിരിക്കുന്നോ അത്രത്തോളം ഗുണം വീടിന് വർദ്ധിക്കും. അവിടെ എത്രത്തോളം അശുദ്ധമായിരിക്കുന്നോ അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആ കന്നിമൂല എന്ന ഭാഗം 8 ദിക്കിൽ ഭരിക്കുന്ന ആ കന്നിമൂല എന്ന ഭാഗത്തുള്ള നിര്യാതി എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്താണോ അദ്ദേഹത്തിന് കിട്ടിയത് അതിൻ്റെ ഗുണഫലങ്ങൾ തരിക എന്നുള്ളതാണ്.
ആ ഭാഗത്ത് വൃത്തിയായി കിടക്കുകയാണെങ്കിൽ വൃത്തിയുടെ ഗുണഫലങ്ങളാണ് നമുക്ക് തരിക. ആ ഭാഗത്ത് അശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ അശുദ്ധമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് തരിക. അതുകൊണ്ടാണ് അവിടെ കുഴിക്കരുതെന്നും അവിടെ വെള്ളം കെട്ടി നിൽക്കരുതെന്നും അവിടെ പിന്നെ സെപ്റ്റിക് ടാങ്ക് വരരുതെന്നും ചെളിക്കുണ്ടാവരുത് എന്നും അത്തരത്തിലുള്ള അതുപോലെ അവിടുത്തെ വേസ്റ്റുകൾ ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്നത്. അടുക്കള തീർച്ചയായിട്ടും നമുക്കറിയാലോ, അടുക്കള നമ്മളെപ്പോഴും വൃത്തിഹീനമായിക്കൊണ്ടേയിരിക്കുന്നൊരു സ്ഥലമാണ് അടുക്കള എന്ന് പറഞ്ഞാൽ എപ്പോഴും. അപ്പം അതുകൊണ്ടാണ് അടുക്കളയൊന്നും ആ ഭാഗത്ത് വരരുത് എന്ന് പറയുന്നത്. അതുപോലെ കിണർ, സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരരുത് എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. അവിടെ വൃത്തിഹീനമായി കിടക്കരുത് എന്നുള്ളതാണ്. അപ്പം വൃത്തിയുള്ളതിനെ അത് പോസിറ്റീവായിട്ട് കൊണ്ടും അശുദ്ധമായതിനെ അത് അശുദ്ധിയുടെ പ്രതിഫലനം അവിടെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മളെ പണം, സ്വർണം, സമ്പത്ത് എന്ന പ്രധാനപ്പെട്ട അശുദ്ധിയാകാത്ത മൂല്യവത്തായിട്ടുള്ള സാധനങ്ങൾ കന്നിമൂല ഭാഗത്ത് നമ്മൾ കൊണ്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനമായിരിക്കും നമ്മളെ വീട്ടിലുണ്ടാകുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് കന്നിമൂലയിൽ കൊണ്ട് അലമാര, പണപ്പെട്ടി വെച്ചാൽ ഗുണമുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി അതാണ്. ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണോ അവിടെ വെക്കുന്നത് അതിൻ്റെ ശക്തിയായിരിക്കും നമുക്ക് വീട്ടിലുണ്ടാകുക തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കുടുംബത്തിലെ പ്രധാന ആളാണ് അവിടെ കിടന്നുറങ്ങുന്നതെങ്കിൽ അയാൾക്കായിരിക്കും അവിടെ പ്രാധാന്യം, ആ ദമ്പതികൾക്ക് ആയിരിക്കും അവിടെ പ്രാധാന്യം. അല്ലെങ്കിൽ അവിടെ മക്കളാണ് കിടക്കുന്നത്, മക്കൾക്കായിരിക്കും പ്രാധാന്യം. അപ്പം ഇപ്പോൾ ആ കന്നിമൂലയിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആ കന്നിമൂല ഭാഗത്ത് താമസിക്കുന്ന ഒരാൾ, ആ റൂമിൽ കിടക്കുന്ന ആൾ മദ്യപാനിയാണെങ്കിൽ ആ മദ്യപാനിയുടെ മദ്യപാനം കൂടും എന്നുള്ളതാണ്. നേരെ മറിച്ച് അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടുക ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കന്നിമൂല എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ പ്രതിഫലനം ശക്തമായിട്ട് തിരിച്ച് തരുന്ന വലിയ ഒരു എനർജി കേന്ദ്രമാണ്. ഈ എനർജി കേന്ദ്രമാവാനുള്ള കാരണവും ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ വടക്ക് കിഴക്കേ ഭാഗത്തു നിന്നും സൂര്യൻ്റെ ആ പ്രവാഹം വന്ന് അതുപോലെ വായുവിൻ്റെ പോസിറ്റീവായിട്ടുള്ള വായുവിൻ്റെ ഒക്കെ പ്രവാഹം തട്ടി പ്രതിഫലിച്ച് തിരിച്ചു വരുന്നത് അവിടെയിൽ നിന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂല, ഇത് എല്ലാ കാലത്തും ഇത് തന്നെയാണ് അവസ്ഥ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നിടത്തോളം കാലം കന്നിമൂലയ്ക്കും അതുപോലെ മറ്റെല്ലാ മൂലയ്ക്കും എല്ലാ ദിക്കിലും അതേ പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ കന്നിമൂല വിട്ട് കളിക്കരുത്, പണിപ്പാളും. അതിനെ അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം, ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കേൾക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിനീതമായ